നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാവരെയും നടുക്കിയ വാർത്തയായിരുന്നു ആലപ്പുഴ കരുവാറ്റയിൽ സ്വന്തം മുത്തച്ഛനെ 13 വയസ്സുകാരി ഗൂഢാലോചന നടത്തി സുഹൃത്തുക്കളുടെ സഹായത്തോടെ ക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത. ആ വാർത്തയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കുട്ടികളാണ് പ്രതികളായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന മൊഴികളിൽ പലതിലും വിശ്വസിക്കാൻ സാധിക്കാത്ത പലതരത്തിലുള്ള മൊഴികളുണ്ട്. മാത്രമല്ല, അവർ കുറേ കാലങ്ങളായിട്ട് ഇത്തരത്തിൽ വയോധികനെ കൊല്ലാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് വീട്ടിൽ ആരുമൊന്നും ഇല്ലാത്ത നേരത്താണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. എന്നാൽ വളരെ നിമിഷങ്ങൾ കൊണ്ട് തന്നെ പ്രതികൾ പോലീസിന്റെ വലയിലാവുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 13 വയസ്സുകാരിയെ ചോദ്യം ചെയ്യലും അന്വേഷണമൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഗൃഹനാഥനെ വധിച്ച കേസിൽ കൊലപ്പെടുത്താനുള്ള വിരോധത്തിന്റെ യഥാർത്ഥ കാരണങ്ങളും തെളിവുകളും കണ്ടെത്തുന്നതിനൊപ്പം കൊലപാതകത്തിൻ്റെയും കവർച്ചയുടെയും ആസൂത്രണം, കൃത്യം നടത്തിയ രീതി, സംഭവശേഷം രക്ഷപ്പെട്ടു പോകൽ തുടങ്ങിയ കാര്യങ്ങളിൽ പൂർണ്ണ വ്യക്തത വരുത്താൻ ഒരുങ്ങി പോലീസ്. ഇതിനൊപ്പം കൊല്ലപ്പെട്ടയാളിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന 1-ാം പ്രതിയായ 8-ാം ക്ലാസ്സുകാരിയുടെ മൊഴിയും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കൃത്യം നടന്ന വീടുകളിലെ അലമാര കുത്തി തുറക്കാൻ ഉപയോഗിച്ച സ്ക്രൂ ഡ്രൈവറിൽ നിന്ന് നിർണായക വിരലടയാളങ്ങൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇത് പ്രതികളുടേത് തന്നെയാണോ എന്ന് താരതമ്യം ചെയ്ത് ഉറപ്പുവരുത്തുന്നതിനായി കുട്ടി കുറ്റവാളികളുടെ വിരലടയാള ശേഖരണം അടക്കമുള്ള ശാസ്ത്രീയ തെളിവെടുപ്പ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും. കേസിലെ 2, 3, 4 പ്രതികളിൽ നിന്ന് വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാകും 1-ാം പ്രതിയായ 13-കാരിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കുട്ടികളുടെ മൊഴികളിലെ പരസ്പര വിരുദ്ധത മാറ്റിയെടുക്കാനും കൃത്യത്തിലെ പങ്കാളിത്തം കൃത്യമായി വേർതിരിച്ചറിയാനും ഇത് ആവശ്യമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. കേസിൽ മൊഴി മാറ്റി പോലീസിനെ കുഴക്കി 13-കാരി ഓരോ ഘട്ടത്തിലും പെൺകുട്ടി മൊഴി മാറ്റുന്ന പശ്ചാത്തലത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും കൗൺസിലറുടെയും സാന്നിധ്യത്തിൽ കുട്ടിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനായി ശിശുക്ഷേമ സമിതിയുടെ സഹായം പോലീസ് തേടിയിട്ടുണ്ട്. മുത്തച്ഛൻ തന്നോട് മോശമായി പെരുമാറിയതിലുള്ള വൈരാഗ്യം മൂലമാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ് പെൺകുട്ടി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നത് മുത്തച്ഛൻ കണ്ടുപിടിച്ചതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തി. കാമുകന് ബൈക്കും തനിക്ക് ഐഫോണും വാങ്ങുന്നതിനാണ് സ്വർണം കവരാൻ ശ്രമിച്ചതെന്നും സംഭവം പുറത്തു പറയുമെന്ന് മുത്തച്ഛൻ ഭീഷണിപ്പെടുത്തിയതാണ് വൈരാഗ്യത്തിന് കാരണമായതെന്നും കുട്ടി പറഞ്ഞു. അതുകൊണ്ട് പറയുന്നതിൽ ഏതാണ് പൂർണ്ണമായി വിശ്വസിക്കുക എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കൊലപാതകവും കവർച്ചയും ആസൂത്രണം ചെയ്തത് കൊല്ലത്തുള്ള കാമുകരാണെന്നും അവൻ നിർബന്ധിച്ചപ്പോഴാണ് വീട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തതെന്നും പറഞ്ഞ് കുട്ടി വീണ്ടും മൊഴി മാറ്റി. എന്നാൽ മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴിയാണ് കൂടുതൽ വിശ്വസനീയമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ആലപ്പുഴ കരുവാറ്റയിൽ ഗൃഹനാഥനെ കൊലപ്പെടുത്തി കവർച്ച ചെയ്ത കേസിൽ കുട്ടി കുറ്റവാളികളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ അപേക്ഷയിൽ ജുവനൈൽ ജസ്റ്റിസ് തീരുമാനം ഇന്ന് ഏറെ നിർണായകമാണ്. അടിയന്തര തെളിവെടുപ്പിനായി പ്രതികളെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്നാണ് പോലീസ് ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രതികളെല്ലാം 18 വയസ്സ് തികയാത്തവരായതിനാൽ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. എന്നാൽ കൃത്യത്തിൽ പ്രകടമായ അസാധാരണ ക്രൂരതയും ആസൂത്രണ മികവും കണക്കിലെടുത്ത് പ്രതികൾക്ക് നിയമപരമായ ഇളവുകൾ നൽകരുതെന്നാണ് പോലീസിന്റെ കർശനമായ ആവശ്യം. കുറ്റകൃത്യത്തിന്റെ ഗൗരവവും ക്രൂരതയും അക്കമിട്ട് നിരത്തി പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പൂർണ്ണമായും അംഗീകരിച്ചാൽ പ്രായപൂർത്തിയാകാത്ത പ്രതികൾക്ക് മുതിർന്ന കുറ്റവാളികൾക്കും സമാനമായ കടുത്ത നിയമ നടപടികളും വിചാരണയും നേരിടേണ്ടി വരും. ആസൂത്രണവും കൃത്യം നിറവേറ്റിയ രീതിയും വ്യക്തമാക്കുന്നതിനായി വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. കവർച്ചയിലും കൊലപാതകത്തിലും നേരിട്ട് പങ്കെടുത്ത 2, 3, 4 പ്രതികളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട കസ്റ്റഡി നീക്കം. കൊല്ലപ്പെട്ടയാളുടെ ചെറുമകളായ 8-ാം ക്ലാസ്സുകാരി തന്റെ കാമുകനെ കൊട്ടേഷൻ നൽകിയാണ് സ്വന്തം വീട്ടിൽ കവർച്ചയ്ക്കും കൊലപാതകത്തിനും വഴിയൊരുക്കിയത്. +2 വിദ്യാർത്ഥിയായ കാമുകനും അവരുടെ സുഹൃത്തുക്കളായ മറ്റ് 2 17-കാരുമാണ് കേസിലെ മറ്റു പ്രതികൾ. നാടിനെ നടുക്കിയ കൊലപാതകവും കവർച്ചയും മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് പ്രതികൾ നടപ്പിലാക്കിയത്.
രാത്രി വീടിനുള്ളിൽ കടന്നു കയറി ഗൃഹനാഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ശേഷം അലമാര തകർത്ത് പണവും സ്വർണവും കവരുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളിൽ നിന്ന് മുമ്പ് തനിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയ പ്രാഥമിക മൊഴി. എന്നാൽ ആ മൊഴി കുറ്റകൃത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണോ അതോ വസ്തുതാപരമായ കാര്യങ്ങളുണ്ടോ എന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് ഉറപ്പുവരുത്തും. വ്യക്തിവൈരാഗ്യത്തിന് പുറമെ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണോ കവർച്ച ആസൂത്രണം ചെയ്തതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കവർച്ച ചെയ്ത സ്വർണവും പണവും എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നും പ്രതികളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ ഉത്തരവ് ലഭിച്ചാലുടൻ പ്രതികളെ കുറ്റകൃത്യം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. സംഭവത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലും വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം വ്യക്തത വരുത്തും. ഏതായാലും കുട്ടികളാണ് പ്രതികളായിരിക്കുന്നത്. 13ഉം 17ഉം വയസ്സുള്ള കുട്ടികളാണ് പ്രതികളായിരിക്കുന്നത്. പക്ഷേ എന്താണ് പിന്നിലെ കാര്യം? കാരണം ഇത്തരത്തിൽ കൗമാരപ്രായത്തിലുള്ളവർ കുറ്റകൃത്യങ്ങൾ, അതും കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളും അതുപോലെ തന്നെ പോലീസിനോട് കൃത്യമായി പഠിച്ചു വെച്ച മൊഴികൾ, നിയമത്തിന്റെ സാധ്യതകളെല്ലാം മനസ്സിലാക്കിയിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ഇളവ് അവർക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ മൊഴികൾ മാറ്റി പറഞ്ഞും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇനിയും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എങ്കിലും നമുക്കറിയാം വളരെ ചെറിയ പ്രായമായതിനാൽ തന്നെ പരമാവധി ലഭിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചൊക്കെ അറിയാം. പക്ഷേ അതിനുശേഷവും ജയിലിന് പുറത്തിറങ്ങിയാലും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇവർ വീണ്ടും ഏർപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുകയാണ്.